ഇതിനേട്ടാ ഇതിലേതാ നല്ലത് നോക്ക്. ഇപ്പൊ ഞാൻ ഇട്ടതാണ്, പക്ഷെ എനിക്ക് അങ്ങനെ ചേർന്ന് തോന്നുന്നില്ല. ഇത് ഇട്ടോട്ടെ. നീ ഏതെങ്കിലും ഇട്ട്. നിങ്ങൾക്കൊന്ന് നോക്കിയിട്ട് പറയാൻ പാടില്ല? ഒരു 2 സെക്കൻഡ് അല്ലേ വേണ്ടുള്ളൂ. എനിക്ക് വേറെ ആരെങ്കിലും ചോദിക്കാൻ. നിനക്കെന്തിന് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന കണ്ടുകൂടാ? ഇതൊരു ഇമ്പോർട്ടന്റ് വർക്കാണ്, എനിക്ക് പെട്ടെന്ന് ഫിനിഷ് ചെയ്യേണ്ടതാ. അതിനിടയ്ക്ക് അവിടെ ഒരു നെയിൽ പോളിഷ്. നീ ഏതിന് സെലക്ട് ചെയ്യേ? അതിനെന്താ, വർക്ക് ചെയ്തോ? 2-3 മണിക്കൂറൊന്നും വേണ്ടല്ലോ ഈ സംസാരിക്കുന്ന സമയം പോലെ പറയാൻ വേണ്ടിയിട്ട്. നിന്റെ ലെഫ്റ്റ് ഹാൻഡിലുള്ളത്. ഇത് നേരത്തെ അങ്ങ് പറഞ്ഞൂടെ? അല്ലെങ്കിൽ എനിക്ക് അറിയായിരുന്നു തന്നെ നല്ലതെന്ന്. ജോഷൊന്നേ ഉള്ളൂ. 30 lakh plus 45 plus 234. ഇനി ഇതിൽ ഏത് ഷെയ്ഡാ നല്ലതെന്ന് പറ. ഈ ഡ്രസ്സിന് മാച്ച് ചെയ്ത് തന്നെ സെലക്ട് ചെയ്ത് കിട്ടണം. 500. ഞാൻ ചോദിച്ചു കേട്ടില്ല. ഇതിൽ ഏതാ നല്ലതെന്ന് പറ, അന്ന് പിന്നെ ഞാൻ പോകൂലേ. നിനക്കെന്തിരി പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല? ഞാൻ ഇമ്പോർട്ടന്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുക. കൊണ്ടുപോയിക്കുന്നതിന്റെ സാധനങ്ങൾ കൊണ്ട്. അതിന് നിങ്ങൾ ചൂടാന്നതിന് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? എടാ, എനിക്ക് നിന്റെ ലിപ്സ്റ്റിക് നെയിൽ പോളിഷ് നോക്കി നടക്കലാണോ പണി? എത്ര വർക്കാ പെൻഡിങ്ങിൽ എന്നറിയോ? അതെനിക്ക് തീർക്കണ്ടേ? ഒരു കാര്യം ചെയ്യ്, നീ വന്നിട്ട് ചെയ്തതാ, ഞാനത് നോക്കി പറഞ്ഞാൽ നിനക്ക് എന്താ വേണ്ടതെന്ന്. അല്ലെങ്കിൽ നിനക്ക് എപ്പോഴുള്ളതാ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരുമ്പോ എനിക്ക് ഓഫീസിലെ വർക്കാണ്, തിരക്കാണ്, അതാണ് ഇതാണെന്നുള്ളത്. നിങ്ങൾ ഈ കണക്കൂട്ടലും കൊണ്ട് നടന്നോ? നീ എന്താടി ഇങ്ങനെ? ഞാൻ എപ്പോ വർക്കും കൊണ്ടിരുന്നാലും നീ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് വരും, മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എത്ര പ്രഷറുള്ള വർക്കാന്നറിയോ? എനിക്കിതിപ്പോ തീർത്തില്ലെങ്കിൽ ഇതാ ഓഫീസിൽ നിന്ന് കോള് വരും, അതിന് മറുപടി ഞാൻ പറയണം. ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാ, ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് അവള് ഓഫീസിലെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നാലേ വീട്ടിലെല്ലാം അവതാളത്തിലാവും. ഓഫീസിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, വീട്ടിൽ ഒരു കാര്യം നോക്കണ്ട. ഞാൻ വീട്ടിലെ എന്ത് കാര്യം നോക്കാത്തത്? നീ ഒന്ന് മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കേ. ഓ, ഇപ്പൊ മനസ്സിലാക്കാത്താണ് കുഴപ്പം. എന്നെ പോലെ ഒരു ഭാര്യനെ കിട്ടണേ നിങ്ങൾ പുണ്യം ചെയ്യണം. ഞാൻ ഒരു ശല്യത്തിന് വരുന്നില്ല പോരെ.